ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കോഴിക്കോട് പേരാമ്പ്രയിൽ പിടിയിലായ ലഹരി സംഘത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും മലപ്പുറം സ്വദേശിയായ 16-കാരിയെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. 19 വയസ്സെന്നാണ് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിരുന്നത്. രക്ഷിതാക്കൾ എത്തിയപ്പോഴാണ് പ്രായം 16 എന്ന് തിരിച്ചറിഞ്ഞത്. കേസിൽ അറസ്റ്റിലായ 2 യുവതികൾ ഉൾപ്പെടെ 4 പേർ റിമാൻഡിലാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, എങ്ങനെയാണ് 16 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു റാക്കറ്റിന്റെ ഭാഗമാകുന്നത്? മാധു, അത് തന്നെയാണ് ഞെട്ടലുണ്ടാക്കുന്ന സംഭവം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ ലഹരി സംഘത്തിന്റെ വലയിൽ അകപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചായിരുന്നു ഈ ലഹരി സംഘം പോലീസിനെയും നാട്ടുകാരെയും ആക്രമിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് അവിടേക്ക് പരിശോധനയ്ക്ക് എത്തുകയായിരുന്നു. ഡാൻസ് ഓഫ് സംഘമായിരുന്നു. ഈ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട ഉടൻ തന്നെ ഈ 2 യുവാക്കളും 3 യുവതികളും ഉൾപ്പെടുന്ന സംഘം അവരെ ആക്രമിച്ചു. പിന്നാലെ നാട്ടുകാരും അവിടേക്ക് എത്തി. നാട്ടുകാർക്ക് നേരെയും ഈ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായി. പിന്നീട് ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഇവരെ പിടികൂടിയത്. ഇവരിൽ നിന്ന് MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. ആ ഘട്ടത്തിൽ യുവതികളിൽ ഒരാൾ തന്റെ പ്രായമായി പറഞ്ഞിരുന്നത് 19 വയസ്സ് എന്നാണ്. പക്ഷേ പിന്നീട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമാണ് പ്രായം എന്ന് മനസ്സിലാക്കിയത്. മലപ്പുറം സ്വദേശിയാണ്. ഇവിടെ അതായത് ഒപ്പമുണ്ടായിരുന്ന മറ്റ് യുവതികൾക്കൊപ്പം കോഴിക്കോട്ടെ ഒരു ഹോസ്റ്റലിലാണ് ഈ 16 വയസ്സുകാരി താമസിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ പെൺകുട്ടിയെ വെള്ളിമാടുകുന്നുള്ള ജുവനൈൽ ഹോമിലേക്ക് പോലീസ് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ കണ്ണൂരേക്ക് താൻ ഇവർക്കൊപ്പം യാത്ര പോയതാണ്, അല്ലാതെ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പെൺകുട്ടി പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ മൊഴി വിശദമായി തന്നെ CWC അടുത്ത ദിവസങ്ങളിൽ രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നിലവിലേതായാലും 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ റിമാൻഡിൽ കഴിയുകയാണ് മാധു. ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കൂടി പോലീസ് ഏതായാലും കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ അക്രമ സംഭവമായിരുന്നു അന്ന് പേരാമ്പ്രയിൽ ഉണ്ടായത്. ഇവരിൽ നിന്ന് ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ പിടികൂടുകയും ചെയ്തിരുന്നു. പേരാമ്പ്രയിലെ അക്രമം നടത്തിയ ലഹരി സംഘം നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കണ്ടതാണ്. എത്രമേൽ ലക്കില്ലാതെയാണ് ആ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായതെന്ന് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കൂടിയാണ് എന്നുള്ളതാണ്. മറ്റു യുവതികളടക്കം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഈ പെൺകുട്ടിയെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.